ടീച്ചർ പറയുമ്പോൾ അത് അശ്ലീല വീഡിയോ, മേയറുകുട്ടി പറഞ്ഞപ്പോൾ അത് അശ്ലീല ആംഗ്യം. ഞാൻ ചോദിച്ചോട്ടെ മേയറെ, നിങ്ങൾക്ക് ഇതേ ഉള്ളോ പണി? ഇത് വിട്ടൊരു കളിയും നിങ്ങൾക്കില്ലേ? ടീച്ചർ ഉയർത്തിവിട്ട അശ്ലീല വീഡിയോയ്ക്ക് തെളിവില്ല. ആകെ കണ്ടത് പാർട്ടി സെക്രട്ടറി മാത്രം. കുട്ടി കണ്ട അശ്ലീല ആംഗ്യത്തിനും തെളിവില്ല. ആകെയുള്ള തെളിവുകളും പാർട്ടി തന്നെ മുക്കി. സാംസ്കാരിക കേരളത്തിൽ ഒരു പുകമറ സൃഷ്ടിക്കുക. EP ജയരാജനെ ജാവദേക്കർ ഷാൾ അണിയിച്ചത് നമ്മൾ അങ്ങ് മറന്നു, അത്ര തന്നെ. വാദിഭാഗത്ത് ഒരു സ്ത്രീയും പ്രതിഭാഗത്ത് ഒരു പുരുഷനുമാണ് എങ്കിൽ സമൂഹത്തിന്റെ പൊതുബോധം ഉയർത്താൻ ഏറ്റവും നല്ല മാർഗം സ്ത്രീത്വത്തെ അപമാനിക്കലാണ്. രക്ഷപ്പെടാൻ മറ്റൊരു വഴിയും തെളിയാത്തപ്പോൾ ചിലരെങ്കിലും തേടുന്ന ഒരു ഭാഗ്യവഴി. എന്തിനാ വനിതാ സഖാക്കളെ നിങ്ങൾ ഇങ്ങനെ സ്വയം അപമാനിതരാകുന്നത്? നമസ്കാരം. ടീച്ചറമ്മ നമ്മളൊരു കാലഘട്ടത്തിൽ ഏറ്റവും ബഹുമാനിച്ച ഒരു സ്ത്രീയായിരുന്നു, ആരോഗ്യമന്ത്രിയായിരുന്നു. അവർ പൊതുവെ എല്ലാ കാര്യങ്ങളിലും ശുഷ്കാന്തിയോട് കൂടിയിട്ട് ആരോഗ്യവകുപ്പിനെ കുത്തഴിഞ്ഞത് ആക്കാതെ അത് എല്ലാ സമുന്നതമായ പദവിയും നൽകി ആ ആരോഗ്യ മേഖലയെ ഉണർത്തിയ ഒരാളായിരുന്നു എന്നുള്ളത് യാതൊരു സംശയമില്ല. അവരെ പറ്റി ധാരാളം ആരോപണങ്ങളുണ്ടെങ്കിലും അവരല്ല യഥാർത്ഥ കുറ്റവാളി. നമുക്കറിയാം, കോവിഡ് കാലത്ത് ധാരാളം സാമഗ്രികൾ, മാസ്ക് അടക്കം അമിത വിലയ്ക്ക് വാങ്ങി എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്വം അവർ തന്നെ പറഞ്ഞിട്ട് പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് വാങ്ങി എന്നുള്ളത്. എന്തായാലും അവർ വലിയ ആത്മാർത്ഥതയുള്ള ഒരു സ്ത്രീയായിട്ടാണ് ഇതുവരെ കണ്ടിരുന്നെങ്കിൽ, എന്നാൽ നഗ്ന വീഡിയോ വന്നതോടുകൂടിയിട്ട് അവരുടെ വിലയും നിലയും പോയി. 70-ാം വയസ്സിൽ അവർ ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു. അവരുടെ നഗ്ന വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഷാഫി പറമ്പിലിനെ പോലെ ഒരാൾ എന്ന് പറയുമ്പോൾ അതിലപ്പുറം നാണക്കേടുണ്ട്. അവസാനം അങ്ങനെ ഒരു വീഡിയോയും ഇല്ല, ഒരു മണ്ണാങ്കട്ടിയും ഇല്ല. ഇതേപോലെയാണ് നമ്മുടെ ആര്യ രാജേന്ദ്രൻ KSRTC ഡ്രൈവർ യദുവിനെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞത് അവസാനത്തെ അടവാണ്. ഒരു സ്ത്രീ ഉപയോഗിക്കുന്ന ഏറ്റവും നിലവിലുള്ള അടവാണ് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു എന്നുള്ളത്. നാണക്കേട്. ഇത്രയും വൃത്തികെട്ട സ്ത്രീകളാണോ മേയർമാരായി വരേണ്ടത്? ഇതിനെക്കുറിച്ച് നിഷാ തെറ്റയിൽ, കോൺഗ്രസിൻ്റെ സമുന്നതയായ നേതാവ്, പച്ചയ്ക്ക് കാര്യങ്ങൾ വിളിച്ചു പറയുന്ന നേതാവ്, കാര്യങ്ങൾ പഠിച്ചു പറയുന്ന നേതാവ്, വസ്തുതാപരമായി സംസാരിക്കുന്ന നേതാവ് നിഷാ തെറ്റയിൽ പറയുന്ന പ്രസംഗം കേൾക്കേണ്ടത് തന്നെയാണ്. അതേ, അവരുടെ വാക്കുകൾ ചാട്ടുളി പോലെയാണ് ഈ പറയുന്ന നേതാക്കന്മാരുടെയൊക്കെ നെഞ്ചത്ത് തറയ്ക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം CPM ഇപ്പോൾ ഉപയോഗിക്കുന്ന ഏറ്റവും പരിപാടിയാണ്, അല്ലെ സ്ഥിരം ഉപയോഗിക്കുന്ന പരിപാടിയാണ് എതിരാളികളെ നശിപ്പിക്കാൻ ലൈംഗിക ആരോപണം ഉന്നയിക്കുക. അതും ഇത്തരത്തിലുള്ള പൊതുസമൂഹത്തിൽ ഇവർ ഉപയോഗിച്ച് നാണം കെട്ട ഒരു സംഭവം ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. ആര്യ രാജേന്ദ്രനും അതേപോലെ നമ്മുടെ ടീച്ചറും ഉപയോഗിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള വൃത്തികേട് ഒരിക്കലും പൊതുസമൂഹം മാപ്പ് കൊടുക്കില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും നിഷാ തെറ്റയിലെ വാക്കുകൾ നമുക്കൊന്ന് പൂർണ്ണമായി കേൾക്കാം. മുൻപിൽ കൊടുത്തത് ചെറിയൊരു ഭാഗം മാത്രമാണ്. നമസ്കാരം. ടീച്ചർ പറയുമ്പോൾ അത് അശ്ലീല വീഡിയോ, മേയറുകുട്ടി പറഞ്ഞപ്പോൾ അത് അശ്ലീല ആംഗ്യം. ഞാൻ ചോദിച്ചോട്ടെ മേയറെ, നിങ്ങൾക്ക് ഇതേ ഉള്ളോ പണി? ഇത് വിട്ടൊരു കളിയും നിങ്ങൾക്കില്ലേ? ടീച്ചർ ഉയർത്തിവിട്ട അശ്ലീല വീഡിയോയ്ക്ക് തെളിവില്ല. ആകെ കണ്ടത് പാർട്ടി സെക്രട്ടറി മാത്രം. കുട്ടി കണ്ട അശ്ലീല ആംഗ്യത്തിനും തെളിവില്ല. ആകെയുള്ള തെളിവുകളും പാർട്ടി തന്നെ മുക്കി. സാംസ്കാരിക കേരളത്തിൽ ഒരു പുകമറ സൃഷ്ടിക്കുക. EP ജയരാജനെ ജാവദേക്കർ ഷാൾ അണിയിച്ചത് നമ്മൾ അങ്ങ് മറന്നു, അത്ര തന്നെ. വാദിഭാഗത്ത് ഒരു സ്ത്രീയും പ്രതിഭാഗത്ത് ഒരു പുരുഷനുമാണ് എങ്കിൽ സമൂഹത്തിന്റെ പൊതുബോധം ഉയർത്താൻ ഏറ്റവും നല്ല മാർഗം സ്ത്രീത്വത്തെ അപമാനിക്കലാണ്. രക്ഷപ്പെടാൻ മറ്റൊരു വഴിയും തെളിയാത്തപ്പോൾ ചിലരെങ്കിലും തേടുന്ന ഒരു ഭാഗ്യവഴി. എന്തിനാ വനിതാ സഖാക്കളെ നിങ്ങൾ ഇങ്ങനെ സ്വയം അപമാനിതരാകുന്നത്? വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാം കയറിക്കൊട്ടാനുള്ള ചെണ്ടയല്ല ചെങ്കൊടി പിടിക്കുന്ന വനിതാ നേതാക്കൾ എന്നാണ് MP റഹീമിന്റെ സ്റ്റേറ്റ്മെന്റ്. അല്ല റഹീമെ, KSRTC മിന്നൽ ബസിന്റെയൊക്കെ മുൻപിൽ വട്ടം കയറി നിന്നാൽ ചെണ്ട കൊട്ടുന്ന ഒച്ചയല്ലല്ലോ, പടക്കം പൊട്ടണ ഒച്ചയല്ലേ കേൾക്കേണ്ടി വരിക. ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ, അന്ന് രാത്രി പാർട്ടിയും കഴിഞ്ഞ് വന്ന മേയറും MLAയും ഒരു 1.5 അടിച്ചിട്ടുണ്ടായിരുന്നോ? അല്ലെങ്കിൽ പിന്നെ പാതിരാത്രിയിൽ പറന്നു പോകുന്ന മിന്നൽ ബസ്സിന് കുറുകെ കയറി നിൽക്കാൻ നോർമലായ ഏതെങ്കിലും ഒരു മനുഷ്യന് സാധിക്കുമോ? വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കപ്പെട്ട ഡ്രൈവർ മദ്യപിച്ചില്ലായിരുന്നു. അപ്പോൾ പിന്നെ വണ്ടി വട്ടം വെച്ചവരെ വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കേണ്ടതല്ലേ? ഇനി തിരുവനന്തപുരം നഗരത്തിൽ ഓരോ കിലോമീറ്ററിലും ഒരു 50 ക്യാമറയെങ്കിലും വെച്ചിട്ടുണ്ടല്ലോ. വണ്ടി പോയ 15 കിലോമീറ്റർ ചുറ്റളവിലെ CCTV ദൃശ്യങ്ങൾ എടുക്കാൻ അത്ര പാടാണോ? ഡ്രൈവറാണ് തെറ്റ് ചെയ്തതെങ്കിൽ അയാളെ ശിക്ഷിക്കാമല്ലോ. എന്താണ് അതിന് തടസ്സം? അതല്ല, നുണയാണ് മേയർ പറയുന്നതെങ്കിൽ മേയറും ശിക്ഷിക്കപ്പെടണം. നിങ്ങളാണ് ശരിയെങ്കിൽ ബസ്സിലെ ക്യാമറ ദൃശ്യങ്ങൾ എവിടെയാണ്? എന്തിനാണ് നിങ്ങൾ അത് ഒളിപ്പിച്ചു വെച്ചത്? MLAയോ MPയോ മേയറോ ഒന്നും അറിയാതെ ക്യാമറയിലെ മെമ്മറി കാർഡ് എങ്ങോട്ടും പോകില്ല. കാരണം ബസ്സിന് തടസ്സം വെച്ചതും അതിൽ കയറി യാത്രക്കാരെ ഇറക്കിവിടാൻ ശ്രമിച്ചതും എല്ലാം
മേയറിന്റെ ഭർത്താവായ MLA ആണ്. അയാളാണെങ്കിൽ ഒളിവിലുമാണ്. മേയർക്ക് വേണ്ടി ഇപ്പോൾ സംസാരിക്കുന്നത് MP ആണ് A. റഹീം. മേയറൂട്ടിയാണെങ്കിൽ ബസ് തടഞ്ഞപ്പോൾ മുതൽ പറയുന്നത് മുഴുവൻ നുണയാണ്. യാത്ര തടസ്സപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞു, വണ്ടിക്കകത്തേക്ക് MLA കയറിയിട്ടില്ല എന്ന് പറഞ്ഞു, സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞു. പിന്നെ അതെല്ലാം A. റഹീം മാറ്റി പറഞ്ഞു കേട്ടോ. പൊന്നു മേയർ സഹോദരി, സത്യത്തിന് ഒരു മുഖമേ ഉള്ളൂ. പറയുന്ന കാര്യം സത്യമാണെങ്കിൽ അതേത് പാതിരാത്രിയിൽ ചോദിച്ചാലും അതിൻ്റെ വള്ളിക്കും പുള്ളിക്കും പോലും മാറ്റം വരില്ല. ഇങ്ങനെ പല സമയത്ത് പല ഉത്തരം നിങ്ങൾക്ക് പറയേണ്ടി വരില്ല. നിങ്ങൾ കള്ളമാണ് പറഞ്ഞത് എന്നതിന് മറ്റൊരു തെളിവും ആവശ്യമില്ല. നിങ്ങൾ മേയർ പദവിയിലായപ്പോൾ മുതൽ തുടങ്ങിയ നുണ പറച്ചിലാണ്. ഇപ്പോഴും ആ നുണ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പഠിച്ചത് 10ാം ക്ലാസ്സിലാണെങ്കിൽ നാക്ക് MAക്കാണെന്ന് പണ്ട് കാരണവന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അധികാരത്തിന്റെ തണലിൽ നിങ്ങൾ കാട്ടിക്കൂട്ടിയതൊക്കെ പൊതുജന വിരുദ്ധമായിരുന്നു. മേയർ എന്ന ജനങ്ങൾ തന്ന അധികാരമുള്ളത് കൊണ്ടാണ് നിങ്ങൾ KSRTC ബസ്സിന് വട്ടം വെച്ചത്, ശരിയല്ലേ? അതിന് എന്ത് കാരണം കൊണ്ടായാലും തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിലാണ് നിങ്ങൾ ഇത് ചെയ്തിരുന്നത് എങ്കിൽ നിങ്ങളിപ്പോൾ അഴിക്കകത്തായേനെ. കാരണം അവിടെ നിങ്ങൾക്ക് അധികാരമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ഈ അധികാരം നാട്ടുകാരുടെ പിച്ചയാണ് എന്ന് നിങ്ങൾ മറന്നുപോകരുത്. ഞങ്ങളെപ്പോലെയുള്ളവരോടാണ് ഇയാൾ ഇങ്ങനെ ചെയ്തതെങ്കിൽ സാധാരണക്കാരോട് ഈ ഡ്രൈവർ എങ്ങനെയായിരിക്കും ചെയ്യുക എന്നാണ് നിങ്ങളുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. ഞങ്ങൾ പൊതുജനം സാധാരണക്കാരാണെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? ഇനി നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ഈ അസാധാരണത്വം നിങ്ങൾക്ക് എവിടുന്നാണ് കിട്ടിയത്? നിങ്ങൾക്കെന്താ കൊമ്പുണ്ടോ? അസാധാരണക്കാരായ മേയറെയും മേയറുടെ ഭർത്താവ് MLAയെയും തിരുവനന്തപുരത്തുകാർക്ക് പോലും അറിയില്ല എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ? നിങ്ങളെ നോക്കി അശ്ലീല ആംഗ്യം ഒരാൾ കാണിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ പരാതി കൊടുക്കേണ്ടത് പോലീസ് സ്റ്റേഷനിലാണ്. വണ്ടിക്ക് തടസ്സം നിന്ന് ഏതൊക്കെയോ വഴികളിലൂടെ യാത്ര ചെയ്ത് പാതിരാത്രിയിൽ എവിടെയൊക്കെയോ എത്തിച്ചേരേണ്ട യാത്രക്കാരുടെ യാത്ര തടസ്സപ്പെടുത്തിയിട്ടല്ല. അതൊരു ഭരണകർത്താവിനുണ്ടാകേണ്ട സാമാന്യ ബോധമാണ്. മേയറിന്റെ പരാതി സ്വീകരിച്ചതുപോലെ തന്നെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ കൃത്യനിർവഹണത്തിന് തടസ്സം നിന്നതിനും പാതിരാത്രിയിൽ KSRTC ബസിന്റെ യാത്ര തടസ്സപ്പെടുത്തിയതിനും ഡ്രൈവറിന്റെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അത് ഓർമ്മിപ്പിക്കേണ്ടതും ഭരണകർത്താക്കൾ എന്ന നിലയിൽ MLAയുടെയും മേയറുടെയും കടമ കൂടിയാണ്. തെറ്റു ചെയ്തത് ഡ്രൈവർ ആണെങ്കിലും മേയർ ആണെങ്കിലും ശിക്ഷിക്കപ്പെടണം. ഭരിക്കുന്നവർക്ക് ഒരു നീതി, അല്ലാത്തവർക്ക് മറ്റൊരു നീതി. അത് അംഗീകരിക്കാൻ കഴിയില്ല. 1, 2, 3, 4 എന്ന് പറഞ്ഞു കൊന്നു തള്ളിയതിന്റെ കഥ വിളിച്ചു കൂവിയ ആളെ പിടിച്ച് വൈദ്യുതി മന്ത്രിയാക്കിയത് പിണറായി വിജയനാണ്. നിയമസഭയിലെ ഡെസ്കിന് മുകളിൽ കയറി മുണ്ടും മടക്കി കുത്തിനിന്ന് സഭ തല്ലി തകർത്ത ആളെ പിടിച്ച് വിദ്യാഭ്യാസ മന്ത്രിയാക്കിയതും പിണറായി വിജയനാണ്. വേണ്ടി വന്നാൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ബോംബുണ്ടാക്കും എന്ന് വിളിച്ചു പറഞ്ഞ അന്നത്തെ പാർട്ടി സെക്രട്ടറി പിടിച്ച് ആഭ്യന്തരമന്ത്രിയാക്കിയതും പിണറായി വിജയനാണ്. എട്ടും പൊട്ടും തിരിയാത്ത, വാ തുറന്നാൽ നുണ മാത്രം പറയുന്ന ഒരു കുട്ടിയെ പിടിച്ച് തിരുവനന്തപുരം പോലുള്ള ഒരു നഗരത്തിന്റെ മേയറാക്കി പ്രതിഷ്ഠിച്ചതും പിണറായി വിജയനാണ്. ഇദ്ദേഹം ഒരു മറുപടി പറയുമെന്ന് കേരള സമൂഹം കരുതുകയേ വേണ്ട. 2 വർഷം കൂടി അനുഭവിച്ചേ മതിയാകൂ, അത്ര തന്നെ.